സ്വയം വറ്റിപ്പോയതായി തോന്നിയ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ ജീവിതത്തിൽ? എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്നും ഞാൻ ജീവിച്ചതുകൊണ്ട് ഈ ലോകത്തിന് എന്ത് ഗുണമാണുള്ളതെന്നും തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ടും വീണ്ടും വീണ്ടും മൈനസിലേക്കാണല്ലോ പോകുന്നതെന്ന് തോന്നിയ ഒട്ടേറെ അവസ്ഥകളിലൂടെ കടന്നു പോന്നിട്ടില്ലേ? പ്രതീക്ഷയുടെ കുന്നിൻ മുകളിൽ നിന്ന് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയിട്ടില്ലേ? അപ്പോഴൊക്കെ നിങ്ങളെ താങ്ങി നിർത്തിയത് എന്തായിരുന്നു? ആരായിരുന്നു? എനിക്കത് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരായിരുന്നു. ചിലപ്പോഴൊക്കെയും പ്രാർത്ഥനകളും പുസ്തകങ്ങളും യാത്രകളും. ഇതിലൊന്നും സമാധാനം കാണാൻ ശ്രമിക്കാത്തവരോ സമാധാനം കണ്ടെത്താൻ കഴിയാത്തവരോ ആയിരിക്കാം മരണത്തിൻ്റെ വഴി സ്വയം തിരഞ്ഞെടുക്കുന്നത്. ഒരിത്തിരി കാലം കൂടി കാത്തു നിന്നാൽ ശരിയാകുന്ന പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങളുടെ പരിഹാരമേയല്ലാത്ത മരണം തിരഞ്ഞെടുക്കുന്നതിലെ അയുക്തി ഇനിയും എന്നാണ് ലോകത്തിന് മനസ്സിലാവുക? ആത്രേയകത്തിൽ രാജശ്രീ ടീച്ചർ പറയുന്നില്ലേ, ചില പ്രത്യേക ഘട്ടങ്ങൾ കടന്നു കിട്ടലാണ് ഏറ്റവും പ്രയാസമെന്നവർ കരുതും. അത് കഴിഞ്ഞാൽ ജീവിതം ശാന്തമാകുമെന്നും. കാലങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവയൊന്നും അത്ര ഗൗരവമുള്ളതായിരുന്നില്ല എന്ന് മനസ്സിലാകും. സന്ദർഭമനുസരിച്ച് മാത്രമാണ് ഓരോ അനുഭവവും ഗൗരവമുള്ളതാകുന്നത് എന്ന് അത്രയുള്ളൂ കാര്യം. ഒരിക്കലൊരു സങ്കടത്തിൽ മനുഷ്യരാരും കൂട്ടിനില്ലാത്ത സമയത്താണ് PMA ഗഫൂറിൻ്റെ കരയൂ, കണ്ണുനീർ നിന്നെ കഴുകും എന്ന പുസ്തകം വായിക്കുന്നത്. പിടുത്തം വിട്ടുപോയെന്ന് തോന്നിയ മനസ്സിനെ പിടിച്ചു വയ്ക്കാൻ, വിങ്ങി വിങ്ങി തൊണ്ടയിൽ കനം വെച്ച് കിടന്ന സങ്കടങ്ങളെ കണ്ണീരിലൂടെ പുറത്തു കളയാൻ, പൊട്ടിപ്പോകുമെന്ന് തോന്നിച്ച ഹൃദയത്തെ ലഘൂകരിക്കാൻ ഈ പുസ്തകം അന്നെന്നെ ഒരുപാട് സഹായിച്ചു. ഒഴുക്കിക്കളഞ്ഞ കണ്ണുനീരിന് ശേഷം പെയ്തു തോർന്ന ആകാശം പോലെ ഹൃദയം തെളിഞ്ഞു വരുന്നത് അന്നെനിക്ക് അനുഭവിക്കാനായി. ഒരുപാട് മനുഷ്യരുടെ അനുഭവവും വായനയിലൂടെയും അല്ലാതെയും കിട്ടിയ കഥകളിലൂടെയും വായനക്കാർക്ക് ആശ്വാസമേകാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. ഏറ്റവും പരമമായ പടച്ചവൻ എന്ന ആശ്വാസത്തിലേക്ക്, ദൈവം എന്ന സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കേട്ട ചില കഥകളുടെ ആവർത്തനങ്ങൾ ഉണ്ടെന്നതൊഴിച്ചാൽ ഈ പുസ്തകം ഒരു സമാധാനമാണ്, വിശ്വാസമാണ്, ആശ്വാസമാണ്, തലോടലാണ്, അഭയമാണ്, ശക്തിയാണ്.